മൈലക്കര ജംഗ്ഷനിൽ അക്രമം അഴിച്ചുവിട്ട പോലീസ് ഡ്രൈവർ നെയ്യാർഡാം പോലീസ് പിടിയിൽ. തിങ്കളാഴ്ച രാത്രി 8 മണിയോടുകൂടി മൈലക്കര ജംഗ്ഷനിൽ പരിഭ്രാന്തി പടർത്തി അക്രമം അഴിച്ചുവിട്ട തിരുവനന്തപുരം AR ക്യാമ്പ് ഡ്രൈവർ മൈലക്കര ആലുംമൂട്ടിൽ വീട്ടിൽ 38 വയസ്സുള്ള രാഹുൽനാഥ്, സഹോദരൻ 35 വയസ്സുള്ള ശ്രീനാഥ് എന്നിവരെ നെയ്യാർഡാം CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് പേരൂർക്കട ആശുപത്രിയിൽ നിന്നും ഇന്ന് ഉച്ചയോടുകൂടി അറസ്റ്റ് ചെയ്തു. രാഹുൽനാഥ്, ശ്രീനാഥ് എന്നിവരുടെ വീടിന് മുന്നിലുള്ള ചായത്തട്ട് കടയിലെ തൊഴിലാളികളെ മൃഗീയമായി ആക്രമിക്കുന്നത് കണ്ട് ഓടിയെത്തി കാര്യം തിരക്കിയ കട ഉടമ സുധീഷിനെ ഇവർ കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ചു പരിക്കേൽപ്പിച്ചു. ഉടമ ഇപ്പോൾ 13ഓളം സ്റ്റിച്ചിട്ട് ആശുപത്രിയിലാണ്. സുധീഷിന്റെ സഹോദരൻ അനീഷിനെയും യാതൊരു പ്രകോപനവുമില്ലാതെ ഇവർ മർദ്ദിക്കുകയായിരുന്നു. അച്ഛനെ അടിക്കുന്നുണ്ട് ഞാൻ ഇറങ്ങി നോക്കിയപ്പോൾ അടുത്ത കടയിൽ ഉടനെ കട അടിച്ചു നോക്കുന്നുണ്ട്. പിന്നെ എന്നെ അടിച്ചിട്ട് അവർ വീട്ടിലോട്ട് കയറി വീട് അടിച്ചു ചേർത്തു. സ്വന്തമായിട്ട് അവരെ അടിച്ചു ചേർത്തി. എൻ്റെ ബൈക്കിനെ അടിച്ചു ചേർത്തു. പിന്നെ ഇവിടെ നിന്ന് വേറെ എൻ്റെ ചേട്ടൻ്റെ ബൈക്കിനെ അടിച്ചു ചേർത്ത് ഇവിടെ അങ്ങനെ കുറേ പരിപാടിയായിരുന്നു കാണാൻ. ഒരു ആഡംബരമായിരുന്നു. ഇപ്പം ഇവിടെ ഒരു 5-6 വർഷം കൊണ്ട് ഇവിടെ ഇല്ല. ഇപ്പോഴും വന്നുള്ള പരിപാടിയാണ്. വന്നിട്ട് ഇപ്പം വന്ന് ഷോ ഇവിടെ പിന്നെ ഇവിടെ നിന്ന് ചായ അടിച്ച ബംഗാളികളാണ് അവരെ അടിച്ചു. ഈ കട മൊത്തം അടിച്ചു. ഇത് കണ്ട് നാട്ടുകാരിൽ പലരും ഇവരെ അക്രമത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവരെ ആക്രമിക്കുകയും അവരുടെ വാഹനങ്ങളായ ഓട്ടോറിക്ഷ, ആക്റ്റീവ, ബൈക്ക് എന്നിവ അടിച്ചു നശിപ്പിക്കുകയും ചെയ്തു. നിരന്തരമായി നിരോധിക്കപ്പെട്ട മയക്കുമരുന്നുകൾ ഇവർ ഉപയോഗിച്ചു വരുന്നതായി നാട്ടുകാർ പറയുന്നു. നിലവിൽ കടയിലെ എല്ലാ ഉപകരണങ്ങളും അടിച്ചു തകർത്ത നിലയിലാണ്. സംഭവിച്ചത് ഒരു ക്രിമിനലുകൾ ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ നടന്നത്. ആദ്യമായിട്ട് തുടങ്ങിയത് ഇവിടെ ഒരു ഹോളോ ബ്രിക്സ് കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ വന്ന് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ സാധനം വാങ്ങിക്കാൻ വന്നവരെ ഇവർ വെറുതെയെങ്കിലും 2 പട്ടിയെ വന്ന് ഇവിടെ കൊണ്ടുവന്നു എന്ന പേരിലാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ തുടക്കം. അത് തുടങ്ങിയതിന് ശേഷമാണ് ഇവിടുത്തെ കടകൾ അടിച്ചു പൊട്ടി തുടങ്ങിയത്. ഇവിടെ ഇരുന്ന ബൈക്കിൽ ആരെ ബൈക്കടാന്ന് ചോദിച്ചുകൊണ്ടാണ് അടി തുടങ്ങിയത്. പെട്ടെന്നുള്ളൊരു പ്രകോപനമായി പോയതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതായിപ്പോയി. കാര്യം എല്ലാം നമ്മളെ കൂടപ്പുറപ്പുള്ള പോലെ കരുതിയിരുന്ന ആളുകളല്ലേ. പെട്ടെന്ന് ഇങ്ങനൊരു പ്രകോപനം വരേണ്ട കാര്യമില്ലല്ല. അത് നമ്മുടെ ജംഗ്ഷനിൽ സമാധാനത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഈ ജംഗ്ഷനിൽ ഉള്ള ഒരു വീടാണ് ഈ വീട്. ആ വീട്ടിലാണെങ്കിൽ ക്യാമറ വരെ ഉണ്ട്. ഇതെല്ലാം ഉള്ള ആ സമയത്താണ് ഇവർ തന്നെ ഈ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും പറ്റില്ല. ഒരാൾ പോലീസുകാരായിപ്പോയില്ലേ, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആ അവസ്ഥയിലാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും അറിഞ്ഞൂടാ. നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസുകാർ നല്ല രീതിയിൽ അന്വേഷണവും നടത്തിയിട്ടുണ്ട്. അവർ ഫോറൻസിക്കിൻ്റെ ആളുകൾ ഇന്നലെ വന്നിട്ടുണ്ട്. അവരെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് പോയിട്ടുള്ളത്. പിന്നെ പോലീസുകാർ ആള് കാക്കി പോലീസിൻ്റെ ഡ്രസ്സ്, ഉടുപ്പ് മാത്രം ഇട്ടിട്ടില്ല, കാക്കി പാൻറ് എല്ലാം ഉൾപ്പെടെയുള്ളതാണ് ഇട്ടുകൊണ്ടാണ് ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത്.